ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ തുമ്പിമോളുടെ നക്ഷത്ര പിറന്നാളാണ്. നക്ഷത്ര പിറന്നാളെന്ന് വെച്ചാൽ അവൾ ജനിച്ച മലയാള മാസത്തിലെ ദിവസം. ഇന്നപ്പോൾ തുമ്പിക്ക് 1 വയസ്സാവുക. അങ്ങനെ രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുമോ. പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ നമ്മളിങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. ഇതാണപ്പോൾ നമ്മുടെ തുമ്പിയുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അങ്ങനെ നമ്മൾ രാവിലെ ഒരുങ്ങി സുന്ദരിയായി അമ്പലത്തിലേക്ക് പോവുകയാണേ. നമ്മൾ നേരെ കൊട്ടാരക്കര അമ്പലത്തിലേക്കാണ് പോകുന്നതെന്ന്. തുമ്പിക്കൊരു തുലാഭാരമുണ്ട് നേർച്ച. ഫ്രണ്ടിൽ അച്ഛനും ഉണ്ട്. അച്ഛനെ വണ്ടി ഓടിക്കുന്നത് അച്ഛനടുത്തുണ്ട്. ബാക്കിൽ മാമൻ, ആച്ചി, പിന്നെ അമ്മ. ഇതാണേ നമ്മുടെ അമ്പലം. നമ്മൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലാണെന്ന് വന്നിട്ടുള്ളത്. ഇവിടാണ് തുമ്പിമോൾക്ക് നമ്മൾ തുലാഭാരം തൂക്കാൻ പോകുന്നത്. ഇതാണ് തുമ്പിയുടെ ആച്ചി. എപ്പോഴും ആച്ചിയോടാ കമ്പനി. ഇത് മാമൻ, ഇത് ആച്ചൻ, ഇത് അച്ഛൻ. പിന്നെ ക്യാമറയുടെ പുറകിൽ ഞാനും ഉണ്ട്. നമ്മൾ സൺഡേയിലാണ് വന്നത്. സാധാരണ സൺഡേയിലൊക്കെ നല്ല തിരക്കുണ്ടാകേണ്ടതാണ്. ഇന്ന് അധികം തിരക്കില്ല. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ മുല്ലപ്പ് വാങ്ങി തുമ്പിക്ക് വെച്ച് കൊടുക്കാൻ നോക്കുവാണേ. തുമ്പി ആദ്യം ഒന്നും സമ്മതിച്ചില്ല, പിന്നെ എങ്ങനെയൊക്കെയോ വെച്ചു. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് കയറുകയാണ്. ഇതാണ് അമ്പലത്തിലേക്ക് കയറുന്ന ആ ഒരു ഗേറ്റ്, ചെറിയൊരു ഗേറ്റ്. ഇന്ന് പൊതുവേ ആൾ കുറവാണ്. നമ്മളെപ്പോൾ അമ്പലത്തിൽ ഇവിടെ വന്നാലും ഭയങ്കര ആളായിരിക്കും. പിന്നെ കൊട്ടാരക്കര ഗണപതി അമ്പലം നല്ല ഫേമസ് ആണല്ലോ. ഞാൻ മെയിനായിട്ട് വരുന്നത് ഇവിടുത്തെ ഉണ്ണിയപ്പം ഫേമസ് ആണ്. അങ്ങനെ തുമ്പിമോൾക്ക് ഇവിടെ തന്നെ തുലാഭാരം തൂക്കണമെന്ന് നേർച്ച ഉണ്ടായിരുന്നു. അതാ പിന്നെ നേരെ ഇങ്ങോട്ട് വന്നത്. ഇന്നാണല്ലോ അതിന് പറ്റിയ പെർഫെക്റ്റ് ഡേ. പിന്നെ നമ്മൾ തൊഴാൻ കയറി കേട്ടോ. അകത്തും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലേക്കാണ് പോയത്. അവിടാണ് തുലാഭാരമൊക്കെ നടക്കുന്നത്. ഇവിടെ ഇന്ന് 1-2 കുട്ടികൾക്കേ തുലാഭാരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അച്ഛൻ പോയി തുലാഭാരത്തിനുള്ള രസീതൊക്കെ എഴുതി. പിന്നെ എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയർ എന്നൊക്കെ ചോദിച്ചു. തുമ്പി നല്ല ഹാപ്പിയാണ്. തുമ്പിക്ക് എന്താ കാര്യമെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ തിരുമേനിമാരോടെല്ലാം ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ പോയി കുറിയൊക്കെ കൊണ്ടുവന്നു. അതും ഇടാൻ നോക്കിയിട്ട് തുമ്പി സമ്മതിക്കുന്നില്ല. തുമ്പിക്ക് കുറിയിടുന്നത്, പൊട്ട് വയ്ക്കുന്നത്, പൂ വയ്ക്കുന്നത് ഒന്നും താല്പര്യമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ കുറിയിട്ടു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും തുമ്പി കരഞ്ഞ് ബഹളം വെച്ച് ആകെ കുളമാക്കും. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര പ്രശ്നമൊന്നും അവളുണ്ടാക്കിയില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കരഞ്ഞു. പിന്നെ നമ്മൾ വാഴക്കൊലയിലാണ് തുമ്പിക്ക് തുലാഭാരം തൂക്കുന്നത്. തുമ്പി ഇങ്ങനെ എല്ലാവരെയും നോക്കി കുറച്ച് നേരം അന്തം വിട്ടിരുന്നു. പിന്നാണ് വിഷമം വന്നു തുടങ്ങിയത്. കറക്കിയപ്പോഴത്തേക്കിനും പുള്ളിക്കാരി പേടിച്ചു പോയി. അങ്ങനെ തുമ്പിക്കുഞ്ഞിൻ്റെ തുലാഭാരം കഴിഞ്ഞു. പിന്നെ അച്ഛനും മാമനും കൂടെ കുറേ ഉണ്ണിയപ്പമൊക്കെ വാങ്ങി. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കുറേ കഴിച്ചു. മാമനൊക്കെ ഒത്തിരി ഉണ്ണിയപ്പം വാങ്ങി. പിന്നെ കുറച്ച് നേരം തുമ്പി അതിലേക്കൂടെ നടന്നു. ആളിപ്പം നമ്മൾ പിടിച്ചില്ലെങ്കിൽ നല്ലപോലെ തന്നെ നടക്കുന്നുണ്ട്. മുട്ടിലെഴിഞ്ഞിട്ടേ ഇല്ല. നേരെ എണീറ്റിരുന്നു. പിന്നെ പിടിച്ചെണീച്ചങ്ങ് ഒറ്റ നടപ്പായിരുന്നു. ഇപ്പോൾ പിന്നെ ഓട്ടവും തുടങ്ങിയിട്ടുണ്ട്. ഇത് കൊട്ടാരക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു കുളമാണ്. അവിടെ ഇഷ്ടം പോലെ മീനുകളുണ്ട്. ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് വലിയ മീനുകളുണ്ട്. നമ്മളിനി ആ കുളത്തിൻ്റെ കൽപ്പടവുകളിലേക്ക് പോവുകയാണേ. അവിടെ ചെന്ന് നമുക്ക് മീനുകൾക്ക് വേണമെങ്കിൽ ഭക്ഷണവും കടലയോ ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ പൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പുമാമനും പിന്നെ അച്ഛനും തുമ്പി എല്ലാവരും കൂടി മീനുകൾക്ക് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തു. തുമ്പിമോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മീനിനെയൊക്കെ കാണുന്നത്. അവൾക്കും ഹാപ്പിയായി.
അവളും കുറച്ച് നേരം അവിടെ നിന്ന് കടലിലേക്ക് ഇറങ്ങി കൊടുത്തു. പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, ഒരു ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആ അമ്പലത്തിലും പോയി. പറയാതിരിക്കാൻ വയ്യ ഗൈസ്, നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു അമ്പലമാണ്. അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഒരു ആലുണ്ട്. നല്ല തണുത്ത കാറ്റും ഒക്കെ അടിച്ച് അവിടെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ അമ്പലത്തിൻ്റെ പാട്ടുണ്ടായിരുന്നു. പിന്നെ തുമ്പി ഒത്തിരി നേരം അതുവഴിയൊക്കെ നടന്നു. ഒരുപാട് ആളുകളൊന്നുമുള്ള അമ്പലമല്ല, വളരെ വലിയ അമ്പലമാണ്. എന്നാലും ആളുകളൊക്കെ വളരെ കുറവായിരുന്നു. എന്താണെന്നറിയില്ല, ഞായറാഴ്ചയായിട്ടും വലിയ ആളുകളൊന്നുമില്ലായിരുന്നു. പിന്നെ തുമ്പി എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു, അച്ഛനും അച്ഛയും തുമ്പിമോളും. പിന്നെ ഞങ്ങൾ കഴിക്കാൻ കയറിയപ്പോഴത്തേക്കിനും തുമ്പിമോൾ ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ കഴിച്ചിട്ടിറങ്ങിയപ്പോഴത്തേക്കിനും നമ്മുടെ തുമ്പിമോൾ ഉണർന്നു കേട്ടോ. വീണ്ടും അവൾ ആക്റ്റീവായി. ഇനി കുറച്ച് നേരം ഞാൻ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മോള് കയറി ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തല്ല, കുറച്ച് പോകുമ്പോൾ ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം നല്ലൊരു ചിറയുണ്ടായിരുന്നു. ആ ചിറയിൽ കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ നമ്മൾ നേരെ വീട്ടിലെത്തി. പിന്നെ തുമ്പിമോൾക്ക് നമ്മൾ ഇലയൊക്കെ ഇട്ട് സദ്യ കൊടുത്തു. ഒത്തിരി നേരം ഇലയിലൊക്കെ നോക്കിയിരുന്നു. പുള്ളിക്കാരി ഡീസൻ്റായിട്ടാണ് കഴിച്ചത്, ഒന്നും വലിച്ചു വാരി. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികളിങ്ങനെ സദ്യയൊക്കെ ഇലയെല്ലാം വലിച്ച് കീറി എറിഞ്ഞ് കഴിക്കുന്നത്. ആ കാര്യത്തിലൊക്കെ തുമ്പിമോൾ ഇച്ചിരി ഡീസൻ്റായിരുന്നു. കുറച്ച് ചോറൊക്കെ വാരി കഴിച്ചു. പിന്നെ ഒത്തിരി നേരം അതൊക്കെ നോക്കിയിരുന്നതല്ലാതെ ഒന്നും കുളമാക്കിയില്ല. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഇന്നലെ തുമ്പി ജനിച്ച പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പോഴേ അവൾക്ക് 1 വയസ്സായി. അപ്പം ശരി, ബൈ.